മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അവരുടെ ഔദ്യോഗിക വസതി ഒഴിവാക്കിയ കാര്യം ഇന്നലെ പത്രങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇലക്ഷന് തൊട്ട് മുമ്പ് സ്മൃതി ഇറാനി പരിവാരങ്ങളോടെ അവരുടെ ഒരു ഗൃഹപ്രവേശനം ഹൗസ് വാമിംഗ് അമേത്തിയിൽ നടത്തിയിരുന്നു. പാലുകാച്ചൽ ചടങ്ങ് വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചു. അമേത്തിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു അത്. സ്മൃതി ഇറാനി 2019 രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് വലിയ താരപ്രഭയോടെ മന്ത്രിസഭയിൽ അംഗമായി. സുഷമ സ്വരാജിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കീ റോളിൽ പ്രവർത്തിച്ച ഒരാളാണ് സ്മൃതി ഇറാനി. കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ, ഗാന്ധി കുടുംബത്തെ പരാജയപ്പെടുത്തിയ, രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ, വലിയ ആത്മവിശ്വാസത്തിൽ കവിഞ്ഞ അഹങ്കാരം അവർക്ക് ഉണ്ടായിരുന്നു. മോദി ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും അഗ്രസീവായി അവതരിപ്പിക്കാൻ മുന്നിൽ നിന്ന ആളാണ് സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് നേരെ അശ്ലീല ചുവയോടെ ആംഗ്യം കാണിച്ചു എന്ന വ്യാജ പരാതി ഉന്നയിക്കാൻ പോലും സ്മൃതി ഇറാനി ഒരു ഘട്ടത്തിൽ തയ്യാറായി. രാഹുൽ ഗാന്ധിക്ക് സൂറത്തിലെ കോടതി അയോഗ്യത കൽപ്പിച്ച അതേ നിമിഷം രാഹുൽ ഗാന്ധിയുടെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പുറത്താക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ അസാധാരണമായ സ്പീഡിൽ നടക്കുന്നത് നാം കണ്ടു. അപ്പോഴൊന്നും സ്മൃതി ഇറാനിക്ക് ഔദ്യോഗിക വസതി 2024 ഒഴിയേണ്ടി വരുമെന്ന് നരേന്ദ്രമോദിയോ സ്മൃതി ഇറാനിയോ കരുതിയിരുന്നില്ല. എന്തായിരുന്നു ഇലക്ഷൻ്റെ മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്? ആയാ തോ മോദി ഹേ, ഡീൽ ഡൺ. ഇതായിരുന്നു ഗോദി മീഡിയകളുടെ പ്രചാരണം. അമേത്തിയിൽ മാത്രമല്ല, വയനാട്ടിലും രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ അബ് കി ബാർ 400 പാർ, 400 സീറ്റുമായി തിരിച്ചു വരുമെന്ന വീരവാദം മുഴക്കുമ്പോൾ സ്മൃതി ഇറാനി മന്ത്രിസഭയിൽ നിന്ന് പുറത്താകുമെന്ന് സ്മൃതി ഇറാനിയോ BJPക്കാരോ നരേന്ദ്രമോദിയോ കരുതിയിരുന്നില്ല. രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരവും സ്മൃതി ഇറാനി പാഴാക്കിയിരുന്നില്ല. പ്രതിപക്ഷത്തോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ, പ്രതിപക്ഷ ബഹുമാനം നരേന്ദ്രമോദിയുടെ BJPക്ക്, അമിത്ഷായുടെ BJPക്ക്, സ്മൃതി ഇറാനിയുടെ BJPക്ക് ഇല്ല. ഗാന്ധി കുടുംബത്തെ സവിശേഷമായി ഇല്ലായ്മ ചെയ്യുക, അവരെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുക, ഈ ഒരു മിഷനായിരുന്നു സ്മൃതി ഇറാനി ഏറ്റെടുത്തിരുന്നത്. പക്ഷേ സ്മൃതി ഇറാനിയെ അമേത്തിയിലെ ജനങ്ങൾ 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി. അവർ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായി. MP അല്ല. അവരുടെ രാഷ്ട്രീയ ഭാവി ശോഭനമാണെന്ന് തോന്നുന്നില്ല. കിഷോരി ലാൽ ശർമ്മ എന്ന് പറയുന്ന വളരെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനോട് 1.5 ലക്ഷം വോട്ടിന് പരാജയപ്പെട്ട് പുറത്തു പോകുക അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയാണ്. BJPക്ക് ഏറ്റവും വലിയ പ്രഹരമാണത്. സ്മൃതി ഇറാനി പുറത്തു പോകുമ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പലതും പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം മോഹൻ ഭഗവത് പറഞ്ഞതുപോലെ ചുനാവ് മേ ലഡ്നെ കെ ലിയെ ഭി മര്യാദ ഹോത്തെ. ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴും ചില മര്യാദകൾ ഉണ്ട്. പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ അവർക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുക, ഗാന്ധി കുടുംബത്തിൻ്റെ ലെഗസി അവസാനിപ്പിക്കുക, അവരെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പിഴുതെറിയുക. സംഹാര ദുർഗയെപ്പോലെ പ്രവർത്തിച്ച സ്മൃതി ഇറാനി ഇപ്പോൾ പടിയിറങ്ങുകയാണ്. സ്മൃതി ഇറാനി എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ കഴിഞ്ഞ 5 വർഷം അവരുടെ ഇൻ്റർവ്യൂ, അവരുടെ വീഡിയോ, അവരുടെ പ്രസ്താവനകൾ യൂട്യൂബ് നിറയുകയാണ്. താരപ്രഭയോടെ ജീവിച്ച ആളാണ്. എന്താണ് അമേഠിയിലെ ജനങ്ങൾ അവരെപ്പറ്റി പറഞ്ഞത്? TV-യിലുണ്ട്, ലോകസഭയിലുണ്ട്, ചാനലുകളിലുണ്ട്, വീഡിയോകളിലുണ്ട്, പ്രസ്താവനകളിലുണ്ട്. പക്ഷേ അമേഠിയിലുണ്ടായിരുന്നില്ല. താഴ്മതാൻ അഭ്യുന്നതി, വിജയത്തിലും പരാജയത്തിലും വിനയം കാണിക്കുക. രാഷ്ട്രീയത്തിൽ വിജയവും പരാജയവും സാധാരണമാണ്. പക്ഷേ സ്മൃതി ഇറാനിയുടെ പരാജയം അപ്രതീക്ഷിതമാണ്. അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ ആഘാതം വലുതാണ്. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ജനാധിപത്യം സ്മൃതി ഇറാനിക്ക് അവസരം നൽകി. അഹങ്കാരം
നിറഞ്ഞ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി നൽകാനും ജനാധിപത്യത്തിന് സാധിക്കും.